പ്രഭേട്ടൻ നാളെ പോവാന്ന് വല്യേച്ചി വിളിച്ചു പറഞ്ഞു. 16-നല്ലേ അങ്കിളിനെ ജോയിൻ ചെയ്യേണ്ടത്? ആ, ആദ്യം പോകുന്നത് മുംബൈക്ക്. അവിടെ ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് US-ലേക്ക്. അവിടെ ഏത് സ്ഥലത്ത്? ടെക്സസ്. ഓ, അവിടെ അവരുടെ ഓഫീസ്. നാളെ അങ്ങോട്ടൊന്ന് പോകണ്ടേ മോനെ? അതിനെന്താ, എല്ലാവർക്കും കൂടി പോവാം. അതിന് മോർണിംഗ് ഫ്ലൈറ്റിലാ പ്രഭേട്ടൻ പോകുന്നത്. നമ്മൾ ഇന്നായിരുന്നു പോവേണ്ടിയിരുന്നത്. ഈ നേരത്താണോ വല്യേച്ചി വിളിച്ച് പറയുന്നേ? ഇന്നിനി പോവാനും പറ്റില്ല. നാളെ വെളുപ്പിന് എങ്ങനെ പോവാനാ? ഞാൻ അങ്കിളിനെ വിളിക്കാം. പ്രഭേട്ടൻ പോയാ പിന്നെ വല്യേച്ചി ശ്രീകുട്ടി മാത്രമാവില്ലേ? രാത്രിയിൽ ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ സഹായത്തിനാരും ഇല്ല. അത് പ്രഭയ്ക്ക് അറിയാവുന്ന കാര്യമില്ല. വല്യേച്ചിക്ക് ആരുടെ സഹായമൊന്നും വേണ്ട. എന്ത് പ്രശ്നം വന്നാലും കൈകാര്യം ചെയ്യാൻ വല്യേച്ചിക്കറിയാം. അതൊക്കെ ശരി തന്നെ. നാട്ടുകാരുടെ കണ്ണിൽ ഭർത്താവ് വിദേശത്ത് പോയി ഒരു മകളുമായിട്ട് കഴിയാണ് വല്യേച്ചി. വല്യേച്ചിയെ തറവാട്ടിലേക്ക് വിളിക്കേണ്ട കടമ അച്ഛനും അമ്മയ്ക്കും ഇല്ലേ? നീ പറഞ്ഞത് വാസ്തവം തന്നെയാ. വല്യേച്ചിയും ശ്രീകുട്ടിയും വന്നാലും ഇല്ലെങ്കിലും ഒരു ഭംഗിവാക്കിനെങ്കിലും അത് പറയണ്ടേ സഞ്ജു? ആ, മുത്തശ്ശി വല്യപ്പച്ചൊന്ന് വിളിക്കേ. അതെന്റെ കാര്യമൊന്നുമില്ല. അവളെന്തിനും മോളുമായിട്ട് ഇവിടെ വന്ന് കിടക്കണം. പ്രത്യേകിച്ചും ഇവിടുത്തെ പയ്യനുമായി അവളുടെ മകളുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുക. അത് നല്ല കീഴ്വഴക്കൊന്നുമല്ല. അച്ഛനത് പറഞ്ഞാ മതി. എന്നെയും നിന്നെയും പോലെ ഇവിടെ ജീവിക്കാൻ അർഹതയുള്ളവളാ വല്യേച്ചി. വളരെ ചെറുപ്പത്തിലെ ഈ വീട് വിട്ട് പോയവളുവാ. പ്രഭേട്ടൻ വന്ന് മോളുടെ കല്യാണം നടത്തി വല്യേച്ചിയായി മടങ്ങി പോകുന്നാ കേൾക്കുന്നത്. ബാക്കി കാലം ഇനി അവര് US-ലായിരിക്കും. കുറച്ചു കാലമെങ്കിലും വല്യേച്ചിക്കൊപ്പം കഴിയണമെന്നുള്ള ഒരാഗ്രഹം എനിക്കും ഉണ്ട്. ഞാൻ അവളെ മോളെ ഇങ്ങോട്ട് വിളിക്കാം. അതിനെന്താ മുത്തശ്ശി തടസ്സം? മുത്തശ്ശി വിളിക്കേ. വിളിക്കുന്നുണ്ട് മോനെ. ശ്രീകുട്ടിയുമായി കാഞ്ചന വരുമെങ്കിൽ അത് ദൈവഹിതം തന്നെയാവും. എന്റെ മോന്റെ പെണ്ണായി ശ്രീകുട്ടി ഈ വീട്ടിലേക്ക് വന്നു കയറേണ്ട ദിവസത്തിന് മുൻപേ അവളിവിടെ താമസത്തിനെത്തുന്നത്. കല്യാണം ഒഴിവാക്കി എന്റെ മോന്റെ ആയുസ് കാത്തു രക്ഷിക്കാനാണോ ദേവി ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നത്? അമ്മു, അവിടുത്തെ സംസാരം വല്ലതും അമ്മു കേട്ടോ? ഇല്ല. സ്വാതിയുടെ അച്ഛൻ നാളെ പോകും. വീട്ടിൽ വല്യപ്പച്ചി സ്വാതിയും തനിച്ചാവില്ലേ? അവരെ തറവാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ആലോചന അകത്ത് കിടക്കുന്നത്. അത് പിന്നെ കല്യാണം കഴിയാതെ ചേച്ചി ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കും? ഇത് അവരുടെയും കൂടി തറവാടല്ലേ അമ്മു? പിന്നെ എന്ത് തടസ്സമുള്ളത്? മുത്തശ്ശിക്കാണെങ്കിൽ മൂത്ത മകൾ ഇവിടെ വന്ന് നിൽക്കാൻ കൊതിയ. എന്നാലും അവരുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കല്ലേ? ബന്ധുക്കളാണെങ്കിലും ഒരു വീട്ടിൽ കഴിയുന്നത് ആളുകൾ അറിയില്ലേ? 1-2 മാസം കഴിയുമ്പോ ചേച്ചിയുടെ അച്ഛൻ വന്നിട്ട് കല്യാണം നടത്താനല്ലേ തീരുമാനം? അതുവരെ അവിടെ നിൽക്കുന്നതല്ലേ ശരി? ഏതാണ്ട് ഇതൊക്കെ തന്നെയാ അവിടെ സംസാരിച്ചത്. പക്ഷെ വല്യപ്പച്ചി ഇങ്ങോട്ട് വരുത്താൻ തിടുക്കപ്പെടുത്തുന്നത് കവിതപ്പച്ചിയാ. അതിന് പിന്നിൽ എന്തോ ലക്ഷ്യമുണ്ട്. കവിതപ്പച്ചിയുടെ തിടുക്കം കണ്ടാതെ മനസ്സിലാവും. അമ്മോ, കാവേരിപ്പച്ചി വരുന്നുണ്ട്. രണ്ടുപേരും ഇവിടെ നിപ്പുണ്ടായിരുന്നോ? മോര് കാച്ചി തിരിപ്പുണ്ടോ അമ്മു? അത് ഉച്ചയ്ക്ക് കഴിഞ്ഞു. സച്ചിയെ ചോദിച്ചത്. രസം കൂട്ടി കഴിക്കട്ടെ. അവന് ചോറ് തന്നെ വേണമെന്ന് പറഞ്ഞ എന്ത് ചെയ്യാനാ? ചിലർക്ക് രാത്രിയും ചോറാണ് ഇഷ്ടം. നാളെ മോർണിംഗ് ഫ്ലൈറ്റിന് പ്രഭേട്ട മുംബൈക്ക് പോകുന്ന വിവരം നീ അറിഞ്ഞായിരുന്നോ? അവിടെ ഏതൊക്കെ പേപ്പേഴ്സ് ശരിയാക്കി വേണം US-ലേക്ക് പോവാൻ. വല്യപ്പച്ചി സ്വാതി ഇങ്ങോട്ട് വരുമോ? കവിതപ്പച്ചി പറയുന്നത് കേട്ടോ. നിനക്ക് തോന്നുന്നുണ്ടോ വല്യേച്ചി ഇവിടെ വന്ന് നിൽക്കൂന്ന്? ഒരിക്കലും വല്യേച്ചി അതിന് തയ്യാറാവില്ല. പിന്നെ വിളിക്കേണ്ട കടമ അമ്മയ്ക്കില്ലേ? 2 സ്ത്രീകൾ മാത്രമല്ലേ ഉള്ളൂ. വല്യേച്ചി അങ്ങനെ പേടിയുള്ള കൂട്ടത്തിലൊന്നും അല്ല. വേണമെങ്കിൽ വീട്ടിലൊരു സെക്യൂരിറ്റി വച്ചാ തീരാവുന്ന പേടിയല്ലേ ഉള്ളൂ. പ്രഭേട്ടൻ എന്തായാലും അത് ചെയ്തിട്ടേ പോവൂ. പിന്നെ നിന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്.
നീ ശ്രീകുട്ടിയുടെ വീട്ടിൽ നിൽക്കുന്നത് പോലെ അല്ല ശ്രീകുട്ടി ഇവിടെ വന്ന് നിന്ന. ഇത് സഞ്ജു കൂടിയുള്ള വീടല്ലേ? അത് സത്യല്ലേ കാവേരി ചേച്ചി? ഞാനിവിടുന്ന് പോവാതെ ഇവിടെ താമസിക്കാൻ ചേച്ചി വന്ന ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ചേച്ചിയുടെ ആളാവും. നീ പറയുന്നത് എനിക്ക് മനസ്സിലായി. താലി കെട്ടിയ പെണ്ണും വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണും ഒരേ വീട്ടിലാണെന്നുള്ള ചിന്ത സഞ്ജുവിനുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്നെ അവൻ ആ സ്ഥാനത്ത് കണ്ടാലല്ലേ ആ ഒരു ചിന്ത വരേണ്ടതുള്ളൂ. അവനതില്ലാത്ത സ്ഥിതിക്ക് നമ്മളത് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? നിനക്കൊരു പ്രയാസവും വേണ്ട. ആരൊക്കെ ക്ഷണിച്ചാലും വല്യേച്ചി താമസിക്കാൻ ഈ വീട്ടിൽ വരില്ല. കല്യാണം കഴിയാത്തതുകൊണ്ടല്ല, വല്യേച്ചി ഇഷ്ടപ്പെടാത്ത ഒരാൾ ഈ വീട്ടിലുണ്ട്. അതറിയാലോ നിനക്ക്. ശ്രീദേവിയടത്തി കാരണമാണല്ലോ വല്യേച്ചി ഈ വീട് വിട്ടു പോയത്. ശ്രീദേവിയുള്ള വീട്ടിൽ മകൾക്കൊപ്പം ജീവിക്കാൻ മരിക്കേണ്ടി വന്നാ പോലും കാഞ്ചന വരില്ല. രസം ഇരിപ്പുണ്ടല്ലോ അമ്മു. അങ്ങനെ അമ്മു കാവേരിയപ്പച്ചി കരുതുന്നത്. വല്യപ്പച്ചിയുടെയും കവിതപ്പച്ചിയുടെയും മനസ്സറിയാൻ കഴിയാത്ത ഒരു പാവമാണ് കാവേരിയപ്പച്ചി. ചേച്ചിയും അമ്മയും വരുമെന്ന് തന്നെയാണോ രാജോട്ടൻ പറയുന്നേ? അവര് വരും. കവിതപ്പച്ചി അവരെ കൊണ്ടുവന്നിരിക്കും. ശ്രീദേവിയമ്മയുള്ള വീട്ടിൽ വല്യച്ചി വരില്ലെന്നല്ല അവര് പറഞ്ഞത്. അവിടെ അവർക്ക് തെറ്റിയത്. വല്യപ്പച്ചി വരുന്നത് ശ്രീദേവിയമ്മയെ ഉന്നം വെച്ചിട്ടാണെങ്കിലോ? താ മുത്തശ്ശൻ വിളിക്കുന്നു. ആ പിന്നെ ശ്രീദേവിയമ്മയുടെ മുറിയിൽ വെള്ളം കൊണ്ടുവയ്ക്കണേ. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒന്ന് വന്നേ. ഇതിവിടെ വെക്കേ. നീ എന്നോട് കാണിക്കുന്ന സമീപനം തുടക്കം മുതലേ തെറ്റായിട്ടുള്ളതാ. അതിന്റെ തുടർച്ചയായി ഇന്നുണ്ടായത്. നീ ഒന്നും ആഗ്രഹിക്കുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതിൽ എത്രമാത്രം സത്യമുണ്ട്? ഞാൻ പറയുന്നത് മുഴുവൻ സത്യം തന്നെയാ. പിന്നെ എന്തിന് കഴുത്തിൽ താലി അണിഞ്ഞ് നീ നടക്കുന്നു? അത് തന്നെ ഏറ്റവും വലിയ കളവല്ലേ? നീ ഈ താലിയുമായി നടക്കുന്ന കാലത്തോളം നിന്റെ വാക്കിന് ഒരു വിലയും കൽപ്പിക്കാനാവില്ല. പറയുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നീ ഈ താലി അഴിച്ചു മാറ്റണം. അത് മാത്രം എന്നോട് പറയരുത്. നിന്നെ ഞാൻ വിശ്വസിക്കില്ല. രണ്ട് മുഖം നിനക്കുള്ളത്. സ്വാതി ഞാനും ഒന്നിച്ച് ജീവിക്കുന്നത് കാണാനാ നീ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നു. എന്നാ നിന്നെ സഹായിക്കാനായി നിന്റെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലി വേണ്ടെന്ന് വെക്കാനും നീ തയ്യാറല്ല. സ്വാതിയോടുള്ള നിന്റെ സ്നേഹം പൊള്ളയാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. നീ അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നീ ചെയ്യുന്നത് ഞാൻ കെട്ടിയ താലി അഴിച്ചു മാറ്റുകയായിരുന്നു. നീ അതിനും തയ്യാറല്ല. ഇനി എന്തിനു മടിക്കണം? നീ സ്വാതിയോട് ഏറെക്കുറെ എല്ലാം പറഞ്ഞില്ലേ? ഇനി എന്റെ പേരും കൂടി അങ്ങ് പറഞ്ഞേക്ക്. അവള് നിന്നെ കൈയൊഴിഞ്ഞവനെ തേടി ഇരുട്ടിൽ തപ്പുക. നീ തന്നെ അതും കൂടി അറിയിച്ചു കൊടുക്ക. അപ്പോ നിന്റെ ഉദ്ദേശം പൂർണ്ണമാവും. എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? നിനക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കും ആ വികാരമുണ്ട്. നിനക്ക് നിന്റെ വേദന മാത്രമേ അറിയൂ. താലി കെട്ടിയ ആള് തന്നെ അഴിച്ചു മാറ്റിയാ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നീ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ ഈ താലി ഒന്ന് അഴിച്ചെടുത്തോട്ടെ. ഈ താലി ഒരിക്കലും അഴിച്ചു വെക്കാൻ പാടില്ല.
ഈ പറഞ്ഞതൊക്കെ അനുഷ്ഠിച്ചാൽ ഭർത്താവിനെ ഗ്രസിച്ചു നിൽക്കുന്ന പ്രാണഗന്ധം അഥവാ മരണഭീതി ഒഴിഞ്ഞു പോകും. അതിന് മാത്രം ശ്രമിക്കരുത്. എനിക്ക് ഈ താലി നിന്റെ കഴുത്തിൽ നിന്ന് അഴിച്ചു മാറ്റിയേ പറ്റൂ. ചിലപ്പോ സ്വാതിയും വല്യപ്പച്ചയും താമസത്തിന് ഇങ്ങോട്ട് വരും. താലി കെട്ടിയവൻ ആരാന്ന് നീ പറയാതെ നീ ഈ താലി അണിഞ്ഞ് നടന്ന വീണ്ടും സംസാരം ഉണ്ടാവും. ഇനി ആരും അതേപ്പറ്റി സംസാരിക്കാൻ പാടില്ല. നീ എതിർത്താലും ഇന്ന് എനിക്ക് നിന്റെ കഴുത്തിൽ ഞാൻ കെട്ടിയ ഈ താലി അഴിച്ചു മാറ്റിയേ പറ്റൂ. വേണ്ട, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് പറ്റിപ്പോയ തെറ്റ് ഇന്ന് എനിക്ക് തിരുത്തണം. കൈ മാറ്റ് ലക്ഷ്മി. നീ കൈ മാറ്റുന്നോ ഞാൻ വലിച്ചു പൊട്ടിക്കണോ? പെരുവണ്ണാപുരത്തമ്മയെ സാക്ഷി നിർത്തിയാണ് നിങ്ങൾ ഇതെന്റെ കഴുത്തി കെട്ടിയത്. നിങ്ങൾക്കതൊരു നാടകം മാത്രമായിരിക്കും. പക്ഷെ ദേവിക്ക് അതൊരു ഭക്തിയുടെ മംഗല്യായിരുന്നു. ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ ഞാൻ മോഹിക്കുന്നില്ല. ഈ താലി ഞാൻ അണിഞ്ഞിരിക്കുന്നത് എനിക്ക് വേണ്ടിയോ അല്ല, നിങ്ങൾക്ക് വേണ്ടിയാ. നിങ്ങളുടെ ജീവരക്ഷയ്ക്കായിട്ട്. നിങ്ങളെ വിശ്വസിക്കണമെന്നില്ല. നിങ്ങളെ പിന്തുടരുന്ന പ്രാണഭീതി മാറാൻ പെരുവണ്ണാപുരത്തമ്മയുടെ മുന്നിൽ 21 ദിവസത്തെ പൂജ പൂർത്തിയാക്കിയ ദിവസമാണ് നിങ്ങൾ ഈ താലി എന്റെ കഴുത്തി കെട്ടിയത്. നിങ്ങളുടെ പ്രാണരക്ഷയ്ക്ക് ദേവി കണ്ട പരിഹാരം അതായിരുന്നു. ലക്ഷ്മി പൂജ ചെയ്യാനുള്ള ആഗ്രഹമായി ഞാൻ ശാസ്ത്രികളെ കണ്ടപ്പോ അദ്ദേഹം പ്രത്യേകം പറഞ്ഞതാ താലി അഴിച്ചു മാറ്റരുതെന്ന്. ഇത് കഴുത്തിലണിയാനുള്ള മോഹം കൊണ്ടോ എന്തെങ്കിലും നേട്ടുണ്ടാക്കാനുള്ള ലക്ഷ്യത്തോടെയോ അല്ല ഞാനിത് അഴിച്ചു മാറ്റാതെ കൊണ്ടു നടക്കുന്നത്. എന്നെ രക്ഷിച്ച നിങ്ങൾക്കും എന്നെ സ്നേഹിക്കുന്ന എന്റെ ചേച്ചിക്കും വേണ്ടി എന്നിൽ ദൈവം അർപ്പിച്ച വിശ്വാസം പോലെ ഞാനിത് ധരിക്കുന്നു. അല്ലായിരുന്നെങ്കിൽ ആരും പറയാതെ തന്നെ ഞാനിത് അഴിച്ചു മാറ്റുമായിരുന്നു. സഞ്ജു, അവള് കണ്ണുടച്ചുകൊണ്ടാണല്ലോ പോയത്. നീ എന്തെങ്കിലും പറഞ്ഞോ? ഇനിയും പഴയ കഥകൾ ഓർത്തിരിക്കാതെ പുതിയൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞുപോയി. എന്നിട്ട് അവളെന്ത് പറഞ്ഞു? പറയടാ സഞ്ജു. അവൾക്കതിന് കഴിയില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാ? അവളുടെ കാര്യത്തിൽ എനിക്ക് പ്രതീക്ഷയൊന്നുമില്ലടാ. സാരമില്ലടാ. എന്നാലും നമ്മൾ ഇങ്ങനെ ബ്രെയിൻ വാഷ് തുടരണം. താനൊരു തീരുമാനമെടുത്താൽ അതിൽ മാറ്റമുണ്ടാകില്ലെന്നറിയാം. മംഗലശ്ശേരിയിൽ കാഞ്ചനയും ശ്രീദേവിയും തമ്മിൽ മുമ്പുണ്ടായതുപോലൊരു സംസാരം ഉണ്ടാവരുത്. സത്യത്തിൽ ആ പേടിയോടെയാണ് ഞാൻ പോകുന്നത്. എനിക്ക് ഉറപ്പ് തന്ന് പ്രഭയെ യാത്രയാക്കാനൊന്നും പറ്റില്ല. നമ്മുടെ മോളുടെ വിവാഹം നടക്കണ്ടേ? ഞാനതിന് പ്രഭയോട് മറുപടി പറയുന്നില്ല. പോകാൻ ഇറങ്ങിയ നേരം നമ്മൾ തമ്മിൽ മുഷിയാൻ പാടില്ലേ. ഞാൻ തിരിച്ചു വരുന്നത് കാഞ്ചനെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പോടെ ആയിരിക്കും. ഒന്നിച്ചു പോകാൻ കഴിഞ്ഞെന്ന് വരില്ല. അറിയാമല്ലോ, US വിസ കിട്ടാനുള്ള കടമ്പകൾ. പ്രഭ പോകുമ്പോ മനസ്സിന് വല്ലാത്തൊരു ശൂന്യതയെ പുറമേ നിന്ന് കാണുന്നവർക്കറിയില്ലേ നമ്മൾ തമ്മിലുള്ള മാനസിക പൊരുത്തം. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഇനി സമയം കളയണ്ട. ഫ്ലൈറ്റിന് നേരമാവുന്നു. ബാഗ് എടുക്ക. ഇറങ്ങാം.
അച്ഛാ. ഏയ്, അച്ഛനെയും കൂടെ സങ്കടപ്പെടുത്താതെ. അച്ഛനിപ്പോ പോകുന്നത് മുംബൈയിലേക്കല്ലേ? എത്രയോ തവണ മുംബൈക്ക് പോയിരിക്കുന്നു. പക്ഷെ അച്ഛൻ ആ വഴി US പോവല്ലേ? 3 മാസം കഴിയുമ്പോ അച്ഛനിങ്ങി വരില്ലേ മോളെ? പ്രഭ പോകുന്നെന്ന് അറിഞ്ഞിട്ടും മംഗലശ്ശേരിന്ന് ഒരാൾ പോലും വന്നില്ല. സഞ്ജു എന്നെ വിളിച്ചിരുന്നു. അവനോട് വരണ്ടാന്ന് പറഞ്ഞത് ഞാൻ തന്നെ. പോകുന്ന വിവരം അറിയിച്ചത് രാത്രിയിൽ. വെളുപ്പിനവരൊക്കെ എങ്ങനെ വരാനാ അമ്മേ? ഇപ്പൊ തന്നെ സമയം 3 മണിയായി. ഇറങ്ങാൻ പ്രഭേ. ഞാനൊരു ടാക്സി പിടിച്ച് എയർപോർട്ടിലേക്ക് പോവാന്ന് പറഞ്ഞു. ഞാൻ സമ്മതിക്കില്ല. അച്ഛനെ യാത്രയാക്കിയിട്ടേ ഞങ്ങൾ തിരിച്ചു വരും. വാ. ആ അമ്മേ പറ. ഞാൻ പറയുന്ന നീ കേൾക്കുമോളെ. ഇത് 2ാം വട്ടമല്ലേ നിന്നെ ഞാൻ വിളിക്കുന്നത്. ശ്രീകുട്ടിയെ വിളിച്ചുകൊണ്ട് നീ തറവാട്ടിലേക്ക് വാ. നിന്റെ അമ്മയും അച്ഛനും അല്ലേ വിളിക്കുന്നത്? ഞാൻ വരുന്നില്ലമ്മേ. ശ്രീദേവിയുള്ള വീട്ടില് ഞാൻ വന്ന് താമസിക്കില്ലെന്ന് അമ്മയ്ക്കറിയാവുന്ന കാര്യമല്ലേ? നീ ഇങ്ങനെ നിർബന്ധം പിടിച്ചാ ഞാൻ എന്ത് ചെയ്യും മോളെ? എന്റെ അമ്മയുടെ കൂടെ കുറച്ചുനാൾ കഴിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സ്റ്റേറ്റ്സിലേക്ക് പ്രഭയ്ക്കൊപ്പം പോയാ ഇനി അത് നടന്നെന്നും വരില്ല. എനിക്കും ആ ആഗ്രഹമുണ്ട് മോളെ. നല്ല പ്രായത്തിൽ നീ എന്നെ വിട്ടു പോയതല്ലേ. എന്റെ മോള് വാ, വന്ന് കുറച്ചു ദിവസം നിക്ക്. സമാധാനത്തോടെ ഞാനൊന്ന് കണ്ണടയ്ക്കട്ടെ. അത്രയ്ക്ക് വേണോ വസുമതി? അതിലമ്മ വീണു. അമ്മയ്ക്ക് പ്രായമായില്ലേ മോളെ? നീ അതെന്താ ഓർക്കാത്തത്? എന്റെ മനസ്സിലെ വേദന അത് തന്നെയാ. പക്ഷേ മനസ്സനുവദിക്കുന്നില്ല. സ്വന്തം തറവാട്ടി വന്ന് നിൽക്കാൻ മനസ്സനുവദിക്കുന്നില്ലെന്ന് പറയാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു മോളെ? നിന്റെ അമ്മയും അച്ഛനും കൂടപ്പിറപ്പുകളുമായി വീട്ടില്. അവരാരും നിന്റെ ശത്രുക്കളല്ല. അമ്മ ഇങ്ങനെ നിർബന്ധം പിടിച്ച ഞാൻ എന്തു ചെയ്യും? ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കാനൊന്നുമില്ല. മോളെയും കൂട്ടി വീടും പൂട്ടി ഇങ്ങ ഇറങ്ങ. പറഞ്ഞത് കേട്ടല്ലോ? ശരി അമ്മേ. കാഞ്ചന എപ്പോഴേ ബാഗ് ഒരുക്കി വെച്ചമ്മേ. അമ്മ എന്നെ കണ്ണീരും കൈയുമായി നിർബന്ധിച്ച് വിളിച്ചു വരുത്തിയതാണെന്ന് എനിക്ക് പറയിപ്പിക്കണം. അവള് വരില്ലെന്ന് മനസ്സിലായോ? അതെ, നിങ്ങളുടെ തോന്നല. അവൾ എന്റെ മോളാണെങ്കി വന്നിരിക്കും. നിങ്ങൾ കണ്ടോ? ഉറപ്പ് പറഞ്ഞില്ലല്ലേ? മുത്തശ്ശി പറയുന്നത് ചേച്ചിയും ചേച്ചിയുടെ അമ്മയും വരുമെന്നാണ്. രാജുവേട്ടൻ പറഞ്ഞതുപോലെ അവര് വരുമോ? ഹലോ അമ്മു, എന്താ വിശേഷിച്ച്? ചേച്ചി, ഇവിടെ ചില സംസാരമൊക്കെ കേൾക്കുന്നുണ്ട്. അത് സത്യാണോന്ന് അറിയാൻ വേണ്ടി ഞാൻ ചേച്ചിയെ വിളിച്ചതാ. എന്താ എന്റെ അനിയത്തി കേട്ടത്? എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറയാം. ചേച്ചിയും ചേച്ചിയുടെ അമ്മയും മംഗലശ്ശേരിയിൽ താമസിക്കാൻ വരുന്നുണ്ടെന്നാ ഞാൻ അറിഞ്ഞത്. ഓ, അതാണോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞാൻ അവിടെ വരുന്നതിൽ നിനക്ക് സന്തോഷമുണ്ടോ? ചേച്ചി വന്നാ എനിക്ക് സന്തോഷമല്ലേ? എന്നാൽ ആ സന്തോഷം എന്റെ അനിയത്തിക്ക് വേണ്ട. ഞാൻ വരുന്നില്ല. മുത്തശ്ശി വിളിച്ചപ്പോ വരാന്ന് അമ്മ പറഞ്ഞ വെറുതെയാ. അവളുടെ മുഖം ഇപ്പൊ വാടിക്കാണും. ചേച്ചി വരില്ലേ? ഞാൻ വരുന്നില്ല അമ്മു. കല്യാണം മാറ്റിവെച്ച സ്ഥിതിക്ക് ഇനി ഇടയ്ക്കുള്ള വിസിറ്റും വേണ്ടെന്ന് വെച്ചു. അത് ചേച്ചി ഇടയ്ക്ക് വന്നാ കുഴപ്പമൊന്നുമില്ല. ഇല്ലെന്നേ. നിനക്ക് സങ്കടമായോ? എന്നാ ഫോൺ വെച്ചിട്ട് നീ ഇരുന്ന് സങ്കടപ്പെട്. എനിക്കിവിടെ അർജന്റായിട്ട് ചെയ്തു തീർക്കാൻ കുറച്ച് ജോലിയുണ്ട്. അവൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൾക്കൊരു സർപ്രൈസ് കൊടുത്ത് വേണം മംഗലശ്ശേരിയിൽ ചെന്ന് കയറാൻ. അപ്പൊ അവളുടെ സന്തോഷം ഒന്ന് കാണണം.
ദേവി, എന്തായാലും ചേച്ചിക്ക് അങ്ങനെ ഒരു മനസ്സ് കൊടുക്കാത്തതിന് നന്ദിയുണ്ട്. ചേച്ചി ഇവിടെ താമസിക്കാൻ വന്ന ഞാൻ എങ്ങനെ അദ്ദേഹത്തിന്റെ മുന്നിൽ ചെല്ലും? താലി കെട്ടിയ പെണ്ണും കല്യാണം ഉറപ്പിച്ച പെണ്ണും ഒരു പുരുഷന്റെ വീട്ടിൽ എങ്ങനെ കഴിയും?